സഹോദരങ്ങളും സഹോദരന്മാരും 10 പേരാണ് ഷേറിന്റെ ഫാമിലിയിൽ. 10 പേര് ഡൈ ഉണ്ടായിരുന്നു. ഇപ്പൊ പലരും ഒരാൾ മരിച്ചു. SLC പാസ്സായ ഉടനെ പിക്കാസ് എടുത്ത് റോഡ് കുത്തി പൊളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. മാലാന്ന് മോഹൻലാൽ കാണിക്കാം. മല 4 കിലോ കുറയും ചെയ്തേട്ടാ ഇതിൻ്റെ ആദ്യം. അവസാനം ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വീട്ടിൽ പോകുന്നുണ്ട്, എനിക്ക് അങ്ങ് വേണ്ട ടെൻഷൻ അടിച്ച് പോയി, ഇതൊന്നും എടുക്കണം. ടേക്ക് എടുത്ത് അത് ഓക്കെ, ഭയങ്കര സമാധാനം. എന്താ സ്ത്രീകൾ പറയുമ്പോൾ പ്രസവിച്ച സുഖം. എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു ശരിക്ക് ഒരു ഫാമിലി സബ്ജക്റ്റാണ് മെയിനായിട്ട് ഉദ്ദേശിച്ച ഫാമിലി സബ്ജക്റ്റിന്. പക്ഷേ പൊളിറ്റിക്സിൻ്റെ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ഫിലിമാണ്. അതിനകത്ത് ഒരു കള്ളത്തനോ ഏച്ച് കെട്ടിയ സീക്വൻസ് ഒന്നും ഇല്ല. ഇതിലൊരു പ്രത്യേക പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നടന്ന സംഭവങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഗാന്ധിജിയും നെഹ്റുവും EMSും AKജിയും വിജയിച്ചവരാണ് അതോ പരാജയപ്പെട്ടവരാണ്? വേറെ പല സീക്വൻസിനും സെക്രട്ടേറിയറ്റ് വളയുന്നതിനൊക്കെ 6000 പേരുണ്ടായിരുന്നു. അല്ലാതെ ക്ലിഫ് ഹൗസിൻ്റെ അവിടെ വരുമ്പോൾ 3000 പേരുണ്ടായിരുന്നു. ഇതുവരെ എടുത്ത ഉണ്ണികൃഷ്ണൻ പടങ്ങളിൽ ഏറ്റവും വലിയ പടമാണിത്. സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഈ പടം കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ പറഞ്ഞു, ഞാൻ എല്ലാ സിനിമ പുള്ളിയുടെ കാണുന്ന ആളാണ്, പക്ഷേ ദിസ് ഈസ് ഏറ്റവും ബെസ്റ്റ് ഫിലിം. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. സിനിമയുടെ പേര് പ്രതിച്ഛായ. അപ്പോൾ ഈ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം എന്താ നമ്മുടെ സ്വന്തം രാജുവേട്ടനുണ്ട്, അശോകേട്ടനുണ്ട്, വിജിതയുണ്ട്, ഇതാ നമ്മുടെ വിശാന്തേട്ടനുണ്ട്. വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൈ കിട്ടിയാൽ നമ്മുടെ പ്രതിച്ഛായ പക്ക ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. രാജുവേട്ടാ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞത് ശരിയേ അല്ല. ഇതൊരു പക്ക രാഷ്ട്രീയ പടം അല്ല ഇത്. ഇതൊരു കുടുംബ സബ്ജക്റ്റാണ്. അതിനകത്ത് അച്ഛൻ, അമ്മ, മക്കള് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമായിട്ട് കൂടെ പോകുന്നതാണ് രാഷ്ട്രീയം. അത് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുന്നത് ആൾക്കാർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ വ്യക്തികളുടെ പേര് ഇതിനകത്ത് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിലും കാണുന്നവർക്ക് ആരാണെന്നൊക്കെ മനസ്സിലാവും. ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ഫിലിമാണ്. അതിനകത്ത് ഒരു കള്ളത്തനോ ഏച്ച് കെട്ടിയ സീക്വൻസ് ഒന്നും ഇല്ല. ആരെയും വേദനിപ്പിക്കാതെ എന്ന കാര്യങ്ങളിലൂടെ ഒരു നല്ല ഒഴുക്കം മട്ടിൽ അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഒന്നാമത് ഇലക്ഷൻ വരുന്നു, അപ്പോൾ ഒരു രാഷ്ട്രീയം പറയുന്നൊരു സിനിമ അങ്ങനെയൊക്കെയായിരുന്നു മൊത്തത്തിലൊരു ചർച്ച. അല്ല, ഇത് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, 18-ാം തീയതിയൊക്കെ. അപ്പോൾ ഈ ഗൾഫിലൊക്കെ വാറൊക്കെ നടക്കുമ്പോൾ അവിടെ തിയേറ്റർ റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വലിയ പടങ്ങൾ വരുന്നുണ്ട് 18-ാം തീയതി. പിന്നെ ഒരു സേഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 26-ാം തീയതി. പിന്നെ ഇലക്ഷൻ 7-ാം തീയതി വരെയല്ലേ ഉള്ളൂ, 7-ാം തീയതിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇഷ്ടംപോലെ സമയമുണ്ട്. എല്ലാം മിക്സ്ഡാണ്. എന്താണ് നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പുരുഷോത്തമൻ എന്നാണ്. ഒരു പാർട്ടി പ്രസിഡൻ്റാണ്. അത് മേനോസാറിൻ്റെ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. അതിനെക്കുറിച്ച് വളരെ ആഴത്തിലൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒക്കെ കുറേ പറയേണ്ടി വരും. കഥ പറയേണ്ടി വരും. അതാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് സിനിമ കണ്ടാലേ മനസ്സിലാവും. തിയേറ്ററിൽ കണ്ടാലത് അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞ പിന്നെ അതിൻ്റെ ആവശ്യം. പിന്നെ ഈ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇത് പൊളിറ്റിക്സ് സിനിമ അല്ല. അതിൻ്റെ അകത്ത് ഫാമിലിയുടെ സബ്ജക്റ്റ് ഉണ്ട്. ഇവരുടെയൊക്കെ ഫാമിലിയുടെ ഒരു കഥ പറയുന്നുണ്ട് അതിൽ. അതിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അതായത് നമുക്ക് എല്ലാ തരം ഓഡിയൻസിനും അതെ അതെ. നമ്മളൊരു രാഷ്ട്രീയമായിട്ട് അങ്ങ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ഒരു രാഷ്ട്രീയമായ സിനിമയല്ല. ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഭയങ്കര കുറേ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ചെയ്യുന്നത് അഴിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നല്ല ക്ലൈമാക്സ് ആണ്. എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു ശരിക്ക് ഒരു ഫാമിലി സബ്ജക്റ്റാണ് മെയിനായിട്ട് ഉദ്ദേശിച്ച ഫാമിലി സബ്ജക്റ്റിന്. പക്ഷേ പൊളിറ്റിക്സിൻ്റെ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവനൊരു കുടുംബം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയം പോകുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇത് രണ്ടും ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ നേരത്തെ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സബ്ജക്റ്റിന് അതിന് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ രാജ് സാർ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടു വന്നേക്കുന്ന കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പല രാഷ്ട്രീയം നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. പണ്ട് സാംബശിവന്റെ കഥാപ്രസംഗത്തിൽ കൂടി നാട്ടിലെ പ്രശ്നങ്ങൾ പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതേപോലെയാണോ, ആ രീതിയാണോ? അല്ല, ഇല്ല, ഇതിലൊരു പ്രത്യേക പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നടന്ന സംഭവങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. വ്യക്തികളുടെ പേരുകളൊക്കെ മാറ്റുമല്ലോ, അങ്ങനെ ആവണമല്ലോ സംഭവം.
പറയൂ, എന്താണ് ഇതേപോലെ ഇത്രയും നല്ല ഇപ്പൊ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കഥയ്ക്ക് കുറച്ചുകൂടി പവർ കൂടിയിട്ടുണ്ട്. ഇതിൽ എന്താണ് ക്യാരക്ടറിന്റെ സ്വഭാവം? ഇതില് ഓഫ് കോഴ്സ് ഇപ്പൊ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലിയില് ബേസ് ചെയ്തുകൊണ്ടാണ് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫാമിലി തന്നെയാണ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു എലമെന്റ്. അപ്പോൾ ഇമോഷണലാണ് എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും ഫാമിലിക്ക് കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് അതിലുണ്ടായിരിക്കും. അപ്പൊ ആ ഫാമിലിയുടെ ഭാഗമാണ് ഞാൻ. റാണി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതിൽ കൂടുതൽ പറയണോ? വേണ്ടല്ലോ അല്ലേ, കഥ പറയണം. റാണി എന്നുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ കുറച്ച് സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലുള്ള എന്റെ ഇതുവരെ ഞാൻ ചെയ്തിരുന്നത് ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അതാണ് എനിക്കിതിലൊരു വളരെ സന്തോഷമുള്ള ഒരു ക്യാരക്ടർ. നമ്മളെ പണ്ട് പറയും, ബാബു ആന്റണി ചേട്ടൻ നായകന്മാരുടെ കൂടെയാണെങ്കിൽ പടം കാണാൻ ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനം എന്ന് പറയും. പണ്ട് എല്ലാവരും പറയും. അതുപോലെ നിശാന്തേട്ടൻ ഒന്ന് ചിരിച്ചു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമാധാനമുണ്ട്. ഇതിലും കുറച്ച് ഗൗരവമുള്ള ഒരു ക്യാരക്ടറാണോ ചെയ്തേക്കുന്നത്? ഇതില് ഇഷ്ടമുള്ളതാണോ പറയുന്നത്? ക്യാരക്ടർ അത്ര ഇഷ്ടമുള്ളതാണോ? പക്ഷെ ഒരു സ്ഥിരം സാധനമല്ല. അതെ, അങ്ങനെ ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇതിലെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ്. ഇതില് അതെ 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 ഈ പറഞ്ഞൊരു പ്രതിച്ഛായ എന്ന് പറഞ്ഞ നേരത്തെ പറയായിരുന്നു. ഈ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു ഇമേജ് വന്ന് വീഴാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വില്ലൻ ഇമേജും കാര്യങ്ങളും വന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കിട്ടുന്ന ക്യാരക്ടേഴ്സൊക്കെ ഏതാണ്ട് അങ്ങനെ ഒരു ഷെയ്ഡൊക്കെയാണ് വരാറുള്ളത്. പക്ഷെ ഇതിൽ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ എന്താ പറയുക, പെർഫോം ചെയ്യാനൊക്കെ ഉള്ളൊരു നല്ലൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഇപ്പം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. ഒരുപാട് കലാകാരന്മാർ ഇതിന്റെ പുറകില്, അപ്പൊ അത്രയധികം ടെക്നീഷ്യന്മാരും ഇതിന്റെ പുറകിലുണ്ട്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുണ്ട്. ഒരുപാട് വലിയൊരു ടീം വർക്ക്, ഒരു ഉത്സവം നടന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഷൂട്ട് മൊത്തം തീരുമ്പോൾ. അതെങ്ങനെയായിരുന്നു അതിന്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ടുള്ള സെറ്റില്? അല്ലേ, ഞാൻ പറയും ചില സബ്ജക്റ്റ് നീഡ്സ് ദാറ്റ് എന്ന് പറയില്ലേ, അതുപോലെ ഇതിനകത്ത് 1000 കുറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്ത ദിവസമില്ല. വേറെ പല സീക്വൻസിനും സെക്രട്ടേറിയറ്റ് വളയുന്നതിനൊക്കെ 6000 പേരുണ്ടായിരുന്നു. അല്ലാതെ ക്ലിഫ് ഹൗസിൻ്റെ അവിടെ വരുമ്പോൾ 3000 പേരുണ്ടായിരുന്നു. അത്രയും പേര് ശമ്പളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതിന് ഞാൻ പറയും ഇതുവരെ എടുത്ത ഉണ്ണികൃഷ്ണൻ പടങ്ങളിൽ ഏറ്റവും വലിയ പടമാണിത്. സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടത്, അതുകൊണ്ടാണ് അത്രയും വലിയൊരു ക്രൗഡ് ആ സബ്ജക്റ്റിൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ അത്രയും പേരെ വെച്ചത്. ഇപ്പോൾ സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഒരു മീറ്റിങ്ങിൽ 6000 പേര് വേണമെങ്കിൽ ഒരു 1000 പേരെ ഫ്രണ്ട് ചേർത്തിട്ട് പിന്നെ നമ്മളത് ചെയ്യുമ്പോഴും ഡി ചെയ്യുമ്പോഴൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആളെ കൂട്ടും. അങ്ങനെയൊന്നുമല്ല, ശരിക്കും ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. 6000 പേരെ സെറ്റിൽ കൊണ്ടുവന്ന് ഇവരൊക്കെ ഇതുപോലെ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടല്ലോ അരുൺ മോഹനാണ് എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കില്ലുണ്ടല്ലോ, ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. ഒരു പർട്ടിക്കുലർ ടെക്നിക്കൽ എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഇതിനകത്ത് അഭിനയിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റുകളോ ആരുടെ സൈഡിൽ നിന്ന് ഒരു ഡിലേ ഒന്നും വന്നില്ല. എല്ലാം നല്ല കോർഡിനേഷനാണ്. പക്ഷേ ഈ പറഞ്ഞാൽ ഒരുപാട് ദിവസം ഞാനും ഷോനൊക്കെ 50 ദിവസത്തിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ റോളിൻ്റെ ഒരു ലെങ്ത് മനസ്സിലാവും. പല സീക്വൻസ് നമുക്ക് മിണ്ടാതെ നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ പ്രസൻസ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദാറ്റ് പർട്ടിക്കുലർ സീൻ. നിൽക്കും തീർച്ചയായിട്ടും. നമുക്ക് വിശ്വാസമുള്ള, ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഇത്രയും പേരെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ വിശ്വാസമുള്ള ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു സമാധാനമായിരിക്കും. വിശ്വാസമുള്ള ടെക്നിക്കിനും ഉണ്ടായാൽ മാത്രം പറ്റാം. ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് തന്നെ, ഒരു വീട് വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു പ്ലാൻ വരയ്ക്കണം, ബ്ലൂ പ്രിന്റ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് പക്കയായിരുന്നു. അത് വളരെ കറക്റ്റായിരുന്നു. ശരിക്കും നമ്മളൊരു രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു സ്ക്രിപ്റ്റിൽ കൈവെക്കുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ സൈഡും നോക്കണം. കാരണം ഒരാൾക്കും ബുദ്ധിമുട്ടിക്കരുത്, ഈ മറ്റൊരാൾക്ക് ദേഷ്യം തോന്നരുത്, നമ്മള് ഒരാളെ അനുകരിക്കുന്നതായിട്ട് കൂടുതലായിട്ട് തോന്നരുത്. അഭിനയിക്കുമ്പോഴാണെങ്കിലും പല പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഈ ഓരോ ക്യാരക്ടർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണോ ചെയ്യുന്നത്? ഒരാളെ, ഒരു പേഴ്സണെ ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണോ ആ ക്യാരക്ടർ? അല്ല, നമ്മൾ സാധാരണ പറയും ഒരു ആക്ടർ ഒബ്സർവ് പീപ്പിൾ ആൻഡ് ഈവൻസ് എല്ലാം പഠിക്കണം. ഒരു ആക്ടർക്ക് വേണ്ട ബേസിക് സാധനങ്ങളാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു റെഫറൻസ് ഒന്നുമില്ല. ഡയറക്ടർ പറഞ്ഞു തരാണ്, ഇത് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വളരെ വിശ്വസ്തനാണ്, പാർട്ടിയിലെ വളരെ സിൻസിയർ ആയിട്ടുള്ള ആളാണ്, അതുപോലെ തന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്നുമില്ല, നമ്മൾ വളരെ ആത്മാർത്ഥമുള്ളതാണ്, വളരെ മെച്ചുവേർഡ് ക്യാരക്ടറാണെന്നാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ധൃതിയും സ്പീഡും വെപ്രാളമൊന്നും പാടില്ല. വളരെ കാര്യമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് എല്ലാം കാൽക്കുലേഷനുള്ള ആൾക്കാരാണല്ലോ രാഷ്ട്രീയക്കാർ. അങ്ങനെ പറയേണ്ടതേ പറയാവൂ, അത് എവിടെ കുറിക്കുള്ളൂ അവർ പറയണമെന്നൊക്കെ
നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ, അങ്ങനെ അങ്ങ് ചെയ്തു വേണം. ഫസ്റ്റ് ഷോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്യാരക്ടർ മനസ്സിലാവും, പിന്നെ അത് പിടിച്ചങ്ങ് പൊക്കോളും. ആ ഒരു കണക്ഷൻ കിട്ടുന്നു. ഒന്നോളം താനേ വരും. ഓക്കെ. വിജ, അതുപോലെ നറേറ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഇതേപോലെ? എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ ബിയൂണീഷൻ സാറിന്റെ പടം എന്ന് പറയുമ്പോൾ എനിക്ക് സ്ക്രീനിൽ കണ്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാള്. അപ്പോൾ നമ്മളുടെ അടുത്ത് സെറ്റിൽ വളരെ സീരിയസ് ആയിട്ടൊക്കെ പറഞ്ഞ് നമുക്ക് ഞാൻ അഭിനയിക്കുന്ന ഇഷ്ടാവോ, അയ്യോ, അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടല്ലോ ഒരു ബിഗിനർക്ക് ഉണ്ടാവുന്ന എല്ലാവരുടെ ടെൻഷനും എനിക്കും ഉണ്ടായിരുന്നു. ചെന്ന് ഫസ്റ്റ് ഡേ ഞാൻ ആ കൺഫ്യൂഷനിൽ നിന്ന് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സാറ് അതിൻ്റെ ഒരു നമുക്ക് ചെയ്തത് കൊള്ളാം അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്രീഷിയേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. സാറിന് ഇഷ്ടപ്പെടാൻ സാർ വളരെ നമ്മളടുത്ത് അത് പറയും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ആസ് ആൻ ആക്ടർ നമുക്ക് എല്ലാവർക്കും അത് തരുന്ന ഒരു ബൂസ്റ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ സാറ് വളരെ കമ്പനിയായിട്ട് സംസാരിക്കുന്ന, തമാശ പറയുന്ന, കളിയാക്കുന്ന ഒരാളാന്നുള്ളത് എനിക്കതൊരു വലിയ പുതിയൊരു അറിവാണ്. ഞാനിങ്ങനെ അത്ഭുതത്തോട് നോക്കിയതുണ്ട് സാർ ഇങ്ങനെ ഇത്രയും സ്മൂത്ത് ആയിട്ട് ഇത്രയും വലിയൊരു പ്രൊജക്ട് ഇപ്പൊ പറഞ്ഞല്ലോ 3000 അല്ലെങ്കിൽ 4000 ആൾക്കാർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എവിടെയും ഇതിനൊരു പ്രശ്നമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ട്. അത്രയും വളരെ ഗംഭീര. ഞാൻ ഫ്രം ദ ഹാർട്ട് പറയും, ഏതൊരു ആർട്ടിസ്റ്റും ഒരു വട്ടെങ്കിലും ബിയൂണീഷൻ സാറിന്റെ സെറ്റിൽ വർക്ക് ചെയ്യണം. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് 9 മണി വരെ 10 മണി വരെയൊക്കെ നമുക്ക് ഷൂട്ട് ചിലപ്പോൾ ചില സിനിമകൾക്ക് ഉണ്ടായേക്കാം. പക്ഷെ ഈ സിനിമകളിൽ ഒരു ഹെക്ടിക് രീതിക്കല്ല ഒരു വർക്കും ചെയ്യുന്നത്. എല്ലാ ആർട്ടിസ്റ്റിനെയും എല്ലാവരെയും കംഫർട്ട് ആക്കിയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ, അതല്ല. പക്ഷെ എന്നാലും നമുക്കൊരു സിനിമ തരുന്ന ഒരു എന്താ പറയാ കംഫർട്ടും ഒരു ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടാവുമല്ലോ നമുക്ക്. അത് ഭയങ്കര അടിപൊളിയാ. ബിഗിനർ എന്നുള്ള നിലയ്ക്ക് കിട്ടിയ അപ്രീസിയേഷൻ ആണെങ്കിലും സജഷൻ ആണെങ്കിലും ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ സാറിന്റെ വിഷൻ എന്താ നമുക്ക് കുറച്ചുകൂടി ഡേ ബൈ ഡേ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം. അത് ഭയങ്കര ഫ്രീ ആയിട്ട്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ചേട്ടാ, ഇതിന്റെ ഈ ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്തേക്കുന്ന കുറെ പേരുണ്ട്. ഒരു സിനിമയാക്കുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. ഇപ്പം അവരൊക്കെ എടുത്തേക്കുന്ന എഫേർട്ട് ഒന്നും ചെറുതായിരിക്കില്ല. കാരണം ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യും. എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവർ ഉൾപ്പെടെ എല്ലാവരും അത്രയും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പം ഇത് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി കൂടുകയാണ്. 6000 പേരൊക്കെ ഇതേപോലെ കൊടുന്ന് നിർത്തിയ സീനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെക്കുറിച്ച് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇതേപോലെ ടെക്നീഷ്യന്മാരെ കാണുന്നല്ലേ നിങ്ങൾ, അവരെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പലരെയും അറിയും കൂടിയില്ലേ. ചിലപ്പോൾ അവരൊക്കെ ഈ ആർട്ടിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ 24 hours വർക്ക് ചെയ്ത് പേര് പോലും അറിയില്ല. അവർ സിനിമ കണ്ടിട്ട് ഒരു ഹിറ്റായ പടത്തിന്റെ ആർട്ട് ചെയ്തവരൊക്കെ ഇറങ്ങി പോകുമ്പോൾ ആരും മൈൻഡും കൂടി ചെയ്യുന്നുണ്ടാവില്ല അവര്. അപ്പൊ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്, അവരുടെ എഫേർട്ടിനെ കുറിച്ച്? അല്ലേ സിനിമയിലെ സംബന്ധിച്ചുള്ള അതിനകത്ത് ഒരു സീക്വൻസ് എടുക്കുമ്പോൾ അതിനകത്ത് പോസ്റ്റ് എന്നൊരു ലെറ്റർ തന്നിട്ട് ഒരാൾ പോകുന്നുണ്ട്, പോസ്റ്റ്മാൻ. അയാൾക്ക് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളങ്ങനെ അയാളെ പോലും നമ്മളങ്ങനെ അതിന് ഒരു ലെറ്റർ തന്നിട്ട് പോയില്ല, അങ്ങനെ തഴയാൻ പാടില്ല. എല്ലാവരുടെ കോൺട്രിബ്യൂഷനും ഭയങ്കരമാണ്. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു നല്ല പോസിറ്റീവ് മൈൻഡ് നിന്നാലേ ഒരു നല്ല സിനിമ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും സെറ്റൊക്കെ നമ്മുടെ നല്ല ഹാർമണിയാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. ഇപ്പോൾ നിവിൻ ചേട്ടനും ഇവരെല്ലാവരും കുറച്ച് കാലത്തിന് ശേഷം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുൾ ക്യാരക്ടർ എടുത്തേക്കാണ്. അപ്പോൾ അവരായിട്ടുള്ള കോമ്പിനേഷൻ സീനിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? അല്ല ഞാൻ സീനിലൊക്കെ ഞങ്ങളൊക്കെ സീനൊക്കെ ഒന്നിച്ചുണ്ട് എല്ലാവരും. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എന്നാൽ അതല്ല, ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴാണ് അതാണ് എനിക്ക് മനസ്സിലായി, രാജേന്ദ്രൻ എൻ്റെ പ്രിയ സംഭവം മനസ്സിലായതാണ്, പറഞ്ഞു തരും കറക്റ്റായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വഴി വിട്ട് എൻ്റെ തോന്നിയാസമൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി കൃത്യമായിട്ട് എല്ലാ ആർട്ടിസ്റ്റും പറഞ്ഞു തരും, നല്ല വ്യക്തമായിട്ട്. ആക്ടേഴ്സിൽ നിന്ന് ഐറ്റംസ് എടുക്കാനുള്ള ഒരു മാജിക് ഉണ്ട്, അത് പുള്ളിക്കറിയാം. ഈ പടം കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ പറഞ്ഞു, ഞാൻ എല്ലാ സിനിമയും പുള്ളിയുടെ കാണുന്ന ആളാണ്, പക്ഷേ ദിസ് ഈസ് ഏറ്റവും ബെസ്റ്റ് ഫിലിം പുള്ളിയുടെ, നിങ്ങളുടെ ഇതാണ് സൂപ്പർ ഹിറ്റായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു പടം അഭിനയിച്ച മോനെ 3-4 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇക്ഷനെ അറിയാന്നുള്ളതാണ് മോഹൻലാലിന്. തീർച്ചയായിട്ടും ചില സീനുകൾ നമുക്ക് നേരത്തെ അറിയാൻ പാടാത്തുണ്ട്, നമ്മളോട് പറയാൻ പാടില്ല. നമ്മൾ അഭിനയിച്ച് വരുന്ന സമയത്ത് ഇനി കഴിഞ്ഞുണ്ടാകാമെന്ന ചില സീനുകൾ ചിലപ്പോൾ പറയാൻ പാടില്ലായിരിക്കും, അത് പുള്ളി പറയില്ല. എന്നിട്ട് ഞാൻ അന്ന് അങ്ങനെ എടുക്കാൻ കാരണം ഇതാണ്, ഇഞ്ഞെടുക്കാൻ പോണ വേറെ സീനിൽ വെച്ചിട്ട് വേറെ എപ്പോഴെങ്കിലും ആയിരിക്കും ഈ സീനിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകണം. അപ്പം അന്നത് പറഞ്ഞില്ല, അത് പറയാൻ പാടില്ല, അത് അറിയാൻ പാടില്ല ആ സംഭവം, ഇപ്പോഴാണ് അത് പറയേണ്ടത്. അങ്ങനെയൊക്കെ ഭയങ്കര ശ്രദ്ധാപൂർവ്വം വരുന്ന ഭയങ്കര കണക്ഷൻ വേറെ രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ 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 അടിപൊളി. ഋഷാണ്ടാ, ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കുറേ ചെയ്തു വന്നിരുന്നേക്കുന്ന പടങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം കൂടി വരികയാണ് നിങ്ങളോട്. അതേപോലത്തെ ക്യാരക്ടറുകളാണ് ചെയ്തു വരുന്നത്. ഇതിൽ ഒരു കാര്യം ചോദിച്ചാൽ ഫൈറ്റ് ഉണ്ടോ ഇതിൽ നിങ്ങൾക്ക്? ഇല്ല, ഫൈറ്റ് ഇല്ല, സമാധാനമായിട്ട് ഒരു സൈഡ്.
എന്നെ ഇടിക്കുന്നുണ്ടോ ഇതിൽ? ഞാൻ ഇടിക്കുന്നില്ല. ഇടിയിട്ടാ വേണമെങ്കിൽ ഇടി കൊടുക്കാം, പക്ഷെ കൊടുത്തിട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവായിട്ടാണ് ഞാൻ അങ്ങനെ ഫൈറ്റ് ഉണ്ടോ എന്ന് പെട്ടെന്ന് ഇല്ല, കുഴപ്പമില്ലാതെ സൈഡിൽ കൂടി പോകും. ചേട്ടൻ ഇതിൽ ഇപ്പം ഈ പറയുന്ന പോലെ ഈ കഥ നറേറ്റ് ചെയ്തപ്പോൾ ഇപ്പൊ ചേട്ടൻ ചെയ്തു വന്നേക്കുന്ന സിനിമകൾ വെച്ചിട്ട് ഇതിലേക്ക് സ്പെഷ്യലായിട്ട് എന്താ തോന്നി? എന്താ പറയാ, നമുക്ക് വരുന്ന കഥാപാത്രങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടം തോന്നുന്ന, ചെയ്യാൻ താല്പര്യം തോന്നുന്ന വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതുപോലൊരു പടവും ഇത്രയും നല്ലൊരു ക്യാരക്ടർ വരുമ്പം അവിടെ പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ല. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും പ്രതിച്ഛായ തിയേറ്ററിലേക്ക് എത്തുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിനുള്ള ക്യൂരിയോസിറ്റി വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ കുറച്ച് സമയമുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോവാണ്. അതായത് നമ്മൾ മുമ്പ് ചെയ്തേക്കുന്ന സിനിമകളെ, ഇപ്പോൾ രാജുവിനെ ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ തോന്നിയോട്ടാ, ഇപ്പോൾ മിന്നാരമൊക്കെ പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ആ മല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സ്ലൈറ്റ് ഒക്കെ പൊട്ടുന്ന സീനില്ലേ, അത് ശരിക്കും ഒരു അശോകനൊക്കെ പണ്ട് നമ്മൾ സ്റ്റേജിൽ സ്കിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സംഭവം, അത് അതേപോലെയാണ് അതിൽ കൊറിയോഗ്രാഫ് ചെയ്തേക്കുന്നത്. ആ മൂഡ് മാറാൻ പാടില്ല, ഓരോ സെക്ഷനും എല്ലാവരും ഇങ്ങനെ ഓണായിട്ട് നിൽക്കുകയാണ്. അതെങ്ങനെയാണ് അന്ന് വർക്കൗട്ട് ചെയ്തിരുന്നത്? എനിക്ക് അത് അവിടെ ഫേണിൽ പാലസിൽ അവിടെ അതിനകത്ത് ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ഷോട്ടിന് ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി പ്രിയൻ അസിസ്റ്റൻ്റ് പാഡ് വാങ്ങിച്ചിട്ട് ചെവിയിൽ ചേർത്തിരിങ്ങനെ കുരുകുരാന്ന് എഴുതുന്നുണ്ട്. അവിടെ ലൈറ്റപ്പ് ആയ അപ്പോൾ അസിസ്റ്റൻ്റ് പറഞ്ഞു അത് എടുക്ക്, ട്രോളിയിൽ കുട്ടികൾ നടന്നൊക്കെ എടുക്കുക. എന്നിട്ട് പുള്ളി ഇത് എഴുതി അസിസ്റ്റൻ്റ് കൊടുത്തിട്ട് കോപ്പി എടുത്തിട്ടുണ്ടാണ്. എന്നിട്ട് എൻ്റെ തരയാണ്, നീ ഈ സീൻ വായിച്ചിട്ട് ഒറ്റ ടേക്കായിരിക്കും, കട്ടൊന്നുമില്ല, പ്രോംപ്റ്റിംഗ് ഇല്ല, ഇത് നീ ചെയ്യണം. ഈ ഒരു സീനിന് വേണ്ടിയാണ് ഇത്രയും പൈസ നിന്നെ അതിനകത്ത് ബുക്ക് ചെയ്യുന്നത്. വൈകുന്നേരം എടുക്കും, ഉച്ചയ്ക്ക് എടുക്കുന്നത്. ഞാൻ പോയിരുന്നു പഠിക്കുകയാണ്. എൻ്റെ കോമഡി നിന്ന് എല്ലാം നിന്ന് കോസ്റ്റ്യൂമറുടെ ഡ്രസ്സ് കിട്ടുന്ന ഇടയിൽ ചെന്നിട്ട് ഞാൻ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അന്ന് എടുത്തില്ല. ഞാൻ രാത്രി പോയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ഓരോ പ്രാവശ്യം വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ പിന്നെ ഒരു ആവർത്തി വായിക്കും. വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പിന്നെയും വായിക്കും. പിറ്റേന്ന് രാവിലെ പോയപ്പം ഫസ്റ്റ് മോഹൻലാൽ സിംഗ് കഴിഞ്ഞ ഇതാണ് ഇവരുടെ പ്ലാന്റ് പരിപാടിയായിരുന്നു കേട്ടോ. അന്ന് എടുത്തില്ല, അന്ന് ഉച്ചയ്ക്ക് എടുത്തില്ല. 3 ദിവസം എൻ്റെ 3 കിലോ 4 കിലോ കുറയും ചെയ്തു കേട്ടോ. ഇതിൻ്റെ ആദ്യം അവസാനം ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വീട്ടിൽ പോകുന്നുണ്ട്, എനിക്ക് അങ്ങ് ടെൻഷൻ അടിച്ച് പോയി, ഇതൊന്നും എടുക്കണം, ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 10 മണിക്ക് ഇത്രയും പേര് നിൽക്കുകയല്ലേ, ശോഭന അവർ മറ്റേ മറിച്ച് എല്ലാം. അതിനകത്ത് കട്ട് ഷോട്ടുള്ളത് പിന്നെ ജഗദീഷ് കുമാറിൻ്റെ മാത്രമേ ഉള്ളൂ വെടി വയ്ക്കുന്നത്. ആ ഫസ്റ്റ് ടേക്ക് എടുത്ത് അത് ഓക്കെ, ഭയങ്കര സമാധാനം. ഒന്ന് എന്താ സ്ത്രീകൾ പറയുമ്പോൾ പ്രസവിച്ച സുഖം. സീനൊക്കെ എൻ്റെ എന്താ പറയുക, എന്നെക്കുറിച്ച് ഇത്രയും പടങ്ങൾ അഭിനയിച്ചതിൽ എപ്പോഴും റെഫറൻസ് വരുമ്പോഴത്തേക്ക് ഈ പടം പറയാറുണ്ട്. ആ സീൻ അത്രയും രാവിലെ ഒരാൾ ഇട്ടപ്പോൾ ആ ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, ചേട്ടൻ ഒരു വാക്ക് തെറ്റിച്ച് പറഞ്ഞ ഒരാളാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഏത് വാക്ക്? മാല എന്നുള്ള ചേട്ടനല്ലേ മലയാക്കിയത്. മാല എന്ന് മോഹൻലാൽ കാണിക്കാം. കിട്ടി, കൊച്ചിന്റെ പേര് കിട്ടി. അതെ, അല്ല ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ നിർത്തുകയാണ്. അശോകേട്ടാ, സഹോദരങ്ങളും സഹോദരിമാരും 10 പേരാണ് അശോകന്റെ ഫാമിലിയിൽ. 10 പേര് ഉണ്ടായിരുന്നു. ഇപ്പൊ പലരും ഒരാൾ മരിച്ചു. അല്ല, അപ്പോൾ ആദ്യം തന്നെ ആ ടൈമിൽ നമ്മൾ കലാപരമായിട്ടൊരു സ്റ്റേജ് തിരഞ്ഞെടുക്കും. അന്ന് ജോലിയുണ്ട്, ടെലികോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കലാപരമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അന്ന് എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്നത്തെ അത്രയും സാധ്യതകൾ അന്നില്ല. കലാപരമായിട്ട് നമ്മളൊരു അമ്പലപ്പറമ്പിൽ ഒരു മിമിക്രി കാണിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. ഈ ഒരു സിനിമ ആഗ്രഹം അല്ലെങ്കിൽ മിമിക്രി എന്നൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. മിമിക്രി തുടങ്ങുമ്പോഴേ ഉണ്ട് സപ്പോർട്ടുണ്ട്. സിനിമയിലൊക്കെ ആദർശികമായിട്ട് വന്ന് കയറിയതാണ്. അതിനുവേണ്ടി എയിം ചെയ്ത് നടന്നതല്ല. മിമിക്രി ആയിരുന്നൊരു വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെയും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ടെലികോമിൽ വർക്ക് ചെയ്യുമ്പോൾ 77 ടെലികോമിൽ വർക്ക് ചെയ്യണം. പഠിത്തം കഴിഞ്ഞ് ഞാൻ നേരെ SLC പാസ്സായ ഉടനെ പിക്കാസ് എടുത്ത് റോഡ് കുത്തി പൊളിക്കേണ്ട ഒരു അവസ്ഥ വന്നു, കേബിൾ ഇടാനായിട്ട്. കോളേജിൽ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, കാരണം വീട്ടിലെ അവസ്ഥ മോശമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കേബിൾ ഇടാൻ വേണ്ടി ഇറങ്ങി. ആ സമയത്ത് തുടങ്ങിയിട്ട് ഒരു ഇൻകമാണ് വീട്ടിലേക്ക്. അതിൻ്റെ സമയത്ത് ഗ്യാപ്പിലാണ് ഈ പ്രോഗ്രാമിന് പോണത്. കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ പോയി പ്രോഗ്രാം ചെയ്യും, അതും ഒരു ഇൻകമാണ് വീട്ടിലേക്ക്. മനസ്സിലായില്ല? അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ യാദൃച്ഛികമായിട്ടാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഹരിശ്രീയിലുള്ളപ്പോൾ ഹരിശ്രീ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, ഹരീന്ദ്രൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. അതിലാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അതല്ല, അത് കഴിഞ്ഞിട്ടും പിന്നീട് അങ്ങോട്ട് സിനിമയ്ക്ക് പോകണം എന്നൊന്നും ആഗ്രഹം തോന്നിയിട്ടില്ല. ഹരിശ്രീ കലാപം വിട്ടിട്ടുണ്ടാക്കുന്നൊരു ടീമാണ്. അപ്പോഴും വാശിയാണ്, കാരണം കലാഭവനിൽ നിന്ന് ചില കഥകളുണ്ട്. അത് കാരണമാണ് ഞാൻ പോകുന്നത്. എന്നെ കളഞ്ഞൊന്നുമല്ല, ഞാൻ പോകുന്നത്. അതിനുശേഷം ഹരിശ്രീ
താഴെ പോകരുത് എന്നൊരു വാശിയുണ്ട്. അതുകൊണ്ടാണ് ആ ട്രൂപ്പിൽ തന്നെ കുറേ നാൾ പിടിച്ചിരുന്നത്. അവിടെ നിന്നാണ് പതുക്കെ പതുക്കെ സിനിമയിലേക്ക് പിന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു, മാനന്തക്കൊട്ടാരം ചെയ്തു, പാർവതിഭരണത്തിലെ പാർവതി കരുണ അതിനുശേഷം ചെയ്തു. ഓക്കെ. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. എന്തായാലും പ്രതിച്ഛായ ഇനി തിയേറ്ററിലേക്ക് എത്തുകയാണ് മാർച്ച് 26. മാർച്ച് 26. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ഈ സിനിമയുടെ സക്സസ് പാർട്ടിക്കായിരിക്കും മീറ്റ് ചെയ്യുന്നത്. താങ്ക് യു. അതിന്റെ നാക്ക് കൊണ്ടാണ് പൊന്നാണ്. താങ്ക് യു സോ മച്ച്.